السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സമസ്ത ഒരു ചരിത്ര പഠനം, അതിൻ്റെ ഭാഗമായി നടക്കുന്ന ക്ലാസ്സാണ്. കഴിഞ്ഞുപോയ ക്ലാസ്സുകളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് വളരെ അത്യാവശ്യമായി പല കാര്യങ്ങളും ചെയ്യാനുള്ളയിടത്ത് ചിലതൊക്കെ മാറ്റിവെച്ച് ഇത്രയും ഗൗരവമേറിയ കാര്യമായതുകൊണ്ട് ആണ് ഈ ക്ലാസ് എടുക്കുന്നത്. അത് വേണ്ടതുപോലെ എല്ലാവരും മുഖവിലക്കെടുക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യണം. സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കണം. ഏത് സംശയം എങ്ങനെ ചോദിച്ചാലും ചോദ്യത്തിനനുസരിച്ച് അവർക്ക് മറുപടി ഉണ്ടായിരിക്കും. ഏത് ചോദ്യം എങ്ങനെ ചോദിക്കുന്നതിനും വിരോധമില്ല എന്നുകൂടി എല്ലാവരെയും അറിയിക്കുന്നു. ഒരു സഹോദരന്റെ ചോദ്യത്തിന്റെ സംശയത്തിന്റെ മറുപടിയോടുകൂടിയാണ് ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നത്. അഥവാ 1989 സമസ്ത പുനഃസംഘടിപ്പിച്ചപ്പോൾ മഹാനായ താജുൽ ഉലമ പ്രസിഡന്റും കമലുൽ സെക്രട്ടറിയായി സമസ്ത പുനഃസംഘടിപ്പിച്ചു. പിന്നെ മറ്റേ സമസ്തന്റെ സ്ഥിതി എന്ത്? ഈ പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സമസ്ത അല്ല, ആധികാരികമായിട്ടില്ല. നമ്മളെ ഒരു പള്ളി കമ്മിറ്റി, ഒരു മദ്രസന്റെ കമ്മിറ്റി, അതിന് വാർഷിക ജനറൽ ബോഡി കൂടി അതിന് പുതിയ മെമ്പർമാരെയും വർക്കിംഗ് കമ്മിറ്റിയും തെരഞ്ഞെടുത്താൽ പിന്നെ ഓട്ടോമാറ്റിക് മറ്റത് ക്യാൻസലായി പോയി. വെള്ളം കണ്ടാൽ ധാമം പാത്രമായി കണ്ട മാതിരിയാ. പിന്നെ അതിന് പ്രസക്തിയില്ല. പക്ഷേ ഇവർ ചില ചപ്പടാച്ചി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഓഫീസും കാര്യമൊക്കെ പോലെ കൈവശമായതുകൊണ്ട്, ബുക്കിടിപ്പോ അവരുടേതായതുകൊണ്ട്, പിന്നെ ഇവിടെയുള്ള മദ്രസകളൊക്കെ അവര് ബലമായി കൈവശം വെച്ചതുകൊണ്ട് അവർക്കിങ്ങനെ അധാർമികതയുടെ മുകളിൽ ജീവിക്കാൻ കഴിഞ്ഞുവെന്നേ ഉള്ളൂ. അത് സത്യത്തിൽ ഒരു ധാർമ്മികതയല്ല, അധാർമികതയുടെ പേരിൽ അവർ ജീവിച്ചു. അങ്ങനെ ഓരോ സംസ്ഥാനം പറഞ്ഞു നടന്നു എന്നല്ലാതെ അവർ സംസ്ഥാനം എന്തായെന്ന് ചോദിച്ചാൽ അത് അവരാണ് ചിന്തിക്കേണ്ടത്. അന്നതിന് പുനഃസംഘടിപ്പിക്കുന്നവരെയുള്ള കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുൽ ഉലമ സെക്രട്ടറി ആയിട്ടുണ്ടായത് അങ്ങനെ തന്നെയെന്ന് പറഞ്ഞു കേട്ടു. പിന്നെ 1994 ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോൾ പിന്നെ അതേരി തങ്ങളെ പ്രസിഡന്റാക്കി ആയിട്ട് നമ്മൾ കണ്ടത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അതേരി തങ്ങളെ അവർ പുറത്താക്കി. പിന്നെ കാളമ്പാട് മുഹമ്മദ് മുസ്ലിയാരെ പ്രസിഡന്റാക്കി എന്ന് കേട്ട്. കാളമ്പാട് മുഹമ്മദ് മുസ്ലിയാർ മരണപ്പെട്ടപ്പോൾ ആനക്കര കോയക്കുട്ടി മുസ്ലിയാരെ പ്രസിഡന്റാക്കി എന്നും കേട്ടു. ഇതൊന്നും ഒരു പത്രത്തിലോ മറ്റോ ഇങ്ങനെ ഒരു ജനറൽ ബോഡി കൂടുന്നുണ്ട്, ഇന്ന സ്ഥലത്തെ ആലിമ്യങ്ങൾ കൂടുന്നുണ്ട്, ആ കൂടുന്നത് എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഈ അൽഫിയ പത്രമിൽ ഓരിയ എല്ലാ ആലിമ്യങ്ങളും സമസ്തയുടെ ജനറൽ ബോഡി മെമ്പർമാരാകാൻ പറ്റിയവരാണ്, അവരൊക്കെ അതിൽ വരണം എന്നൊരു നിർദ്ദേശമോ ഏതെങ്കിലും സ്ഥലത്തൊന്ന് കൂടിയതോ ഒന്നും നമ്മളറിയില്ല. ഇനി നമ്മളറിഞ്ഞിട്ടില്ല വിചാരിച്ച ഓരേതെങ്കിലും ഒരു മൂലൊക്കെ ജനറൽ ബോഡി കൂടിയിട്ടുണ്ടോ അള്ളാഹു ആരും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് അവരെ സമസ്ത പിന്നെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തോ, അതിന് ഡീറ്റെയിൽസ് ഉണ്ട്, ആ ഡീറ്റെയിൽസ് ഒന്നും നമ്മളെ അടുത്തുണ്ടാവുകയില്ല, നമുക്കത് നോക്കേണ്ട ആവശ്യവുമില്ല. ഈ വിവരാവകാശ നിയമപ്രകാരം ഇത് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ കിട്ടാവുന്നതാണ് എന്ന് ആ സഹോദരനോട് മറുപടിയായിട്ട് പറയുന്നു. മറ്റൊരാളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടൽ നമുക്ക് യോജിച്ചതല്ല എന്നുകൂടി അറിയിക്കുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ സമസ്ത അതുമുതൽ വളരെ വ്യവസ്ഥാപിതമായിട്ട് ജനറൽ ബോഡി കൂടുന്ന സമയത്ത് ജനറൽ ബോഡി കൂടുന്നുണ്ട്. ഏതെങ്കിലും വർക്കിംഗ് കമ്മിറ്റി അഥവാ മുഷാവറ മെമ്പർമാർ മരണപ്പെട്ടു പോയാൽ അതിന് പകരം നാം ഓപ്റ്റ് ചെയ്യുകയും അഥവാ ഒരാളെ ഒരു ആലിമിനെ തെരഞ്ഞെടുക്കുകയും ആ ആലിമിനെ ജനറൽ ബോഡിയിൽ വെച്ച് വായിച്ച് അതിന് അംഗീകാരം വാങ്ങുകയും ചെയ്തിട്ടാണ് പിന്നീട് ആലിം മുഷാവറ മെമ്പറായി നിലകൊള്ളുന്നത്. അങ്ങനെയാണ് ഇതിന് വ്യവസ്ഥാപിത നിയമം. ഇപ്പോ ജനറൽ ബോഡി കഴിഞ്ഞു, നമ്മൾ ജനറൽ ബോഡി കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഏതെങ്കിലും നമ്മൾ മുഷാവറയിൽപ്പെട്ട ഒരു പ്രധാനിയായ ഒരു ആലിം മരണപ്പെട്ടാൽ പിന്നീട് വരുന്ന മുഷാവറ യോഗത്തിൽ പറ്റിയ ഒരു ആലിമിനെ ഈ മുഷാവറ മെമ്പർമാർ ആലോചിച്ച് അതിലേക്ക് ഓപ്റ്റ് ചെയ്യും, അഥവാ ഈ മെമ്പറാക്കി കിടക്കും. എന്നിട്ട് അടുത്ത ജനറൽ ബോഡിയിൽ ഇങ്ങനെ മരണപ്പെട്ട ഇന്ന ആലിമിന് പകരം ഇന്ന ആളെ നാം തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് ജനറൽ ബോഡിയിൽ പറയും. അപ്പൊ ജനറൽ ബോഡി അതിനെ അംഗീകരിക്കും. ആ അംഗീകരിച്ച് ആ ആലിമിനെ മുഷാവറ മെമ്പർമാർ പ്രഖ്യാപിക്കും.
ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന വഴി. അങ്ങനെ വ്യവസ്ഥാപിതമായി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പിന്നെ മറ്റേ കൂട്ടരിങ്ങനെ എത്തി ഉസ്താദിനോടുള്ള അസൂയ മാത്രം കാര്യമായിട്ട്. ഇപ്പുറത്ത് മുഷാവറ മെമ്പർമാരായി 40 ആളുകളുണ്ട്. നമ്മുടെ മുഷാവറയിൽ മുഷാവറ മെമ്പർമാരായി പ്രഗത്ഭരായ 40 ആലിമീങ്ങളുണ്ട്. നമ്മൾ എത്രയോ പ്രാവശ്യം അവരോട് ചോദിച്ചു, നിങ്ങളെ മുഷാവറയിൽ അങ്ങനെ പ്രഗത്ഭരായ ഒരു 40 ആളുകളെ നിങ്ങളൊന്ന് പറഞ്ഞു തരും. വളരെ നിർബന്ധമായപ്പോൾ ഓരോരുത്തർ ലിസ്റ്റ് വായിച്ചു. ആ ലിസ്റ്റ് വായിച്ചവരെ വായിക്കുന്ന സമയത്ത് നമ്മൾ അവരെ എഴുതിയെടുത്ത് നോക്കുമ്പോൾ ചില മെമ്പർമാരൊന്നും ആ വിവരം അറിയുന്നില്ല, ചില ആലിമീങ്ങൾക്ക് അറിയില്ല. എന്നിട്ട് അവരിങ്ങനെ ഒബിഹാരിസും തന്നെയാണ് ബദറുവെത്തി ചെല്ലുമ്പോൾ കുറച്ചാൾ പേര് വായിച്ചത് കൊണ്ട് അതായോ. വ്യവസ്ഥാപിതമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി അവർക്കുണ്ടെന്ന് പറയുന്ന ഒരു മുഷാവറ അവരെപ്പോഴെങ്കിലും ചേരുന്നുണ്ടോ? ഇനി ആ മുഷാവറയിലുള്ള വയസ്സന്മാരും പ്രഗത്ഭരും സൂക്ഷ്മാരുക്കളുമായ ആലിമീങ്ങളെ ആരാണ് നിയന്ത്രിക്കുന്നത്? ആ മുഷാവറയ്ക്ക് സ്വന്തമായൊരു തീരുമാനമുണ്ടോ? ഈ അമ്പലക്കടവോ കൂടത്തായിയോ പൂക്കോട്ടൂർക്കാരനോ ഓണംപിള്ളിയോ അതുപോലെയുള്ള വീക്കാനോ രാമന്തളിയോ ഇവരൊക്കെ എഴുതിക്കൊടുക്കുന്നത് അപ്പടി വിളങ്ങി അതങ്ങോട്ട് പ്രസംഗിക്കുക, അതല്ലെങ്കിൽ അതിനൊരു ഒപ്പുവരി താഴെ വെച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വിടുക എന്നല്ലാതെ ഈ മഹാന്മാരായിരിക്കുന്ന ചിന്താശക്തിയുള്ള സൂക്ഷ്മാരുക്കളായ ആലിമീങ്ങൾ ഒരുമിച്ചുകൂടി എന്നിട്ട് ആലോചിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഈ രാജ്യത്തെ ജനങ്ങളോട് 89 ശേഷം ഈ അവരുടെ ഈ ചേലാരികളുടെ ഈ അസൂയക്കാരുടെ ഈ സമസ്ത പറഞ്ഞത് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? പിന്നെ അവർ ജീവിക്കുന്ന ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ എല്ലാവരും കൂടി ഉണ്ടാക്കിയ 5,000-6,000 മദ്രസ അത് ഒരു കൈവശം വെച്ചു കൊടുക്കുന്നുണ്ട്. കുറെ കാര്യം ഇപ്പൊ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പരീക്ഷാ ഫീസും കുട്ടികളുടെ കുട്ടികളിൽ നിന്ന് പിരിക്കുന്ന മറ്റു പല പിരിവുകളും ഇതൊക്കെ വെച്ച് അവർ കുറച്ച് സമ്പന്നരാണ്. ആ സമ്പന്നത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവര് ഇവിടെ ഇങ്ങനെ ജീവിച്ചു വരുന്നു. ദീനിന്റെ പേരിൽ അവർ ജീവിക്കുന്നില്ല. കാരണം അവരുടെ ആകെ മുഖമുദ്ര അസൂയ മാത്രമാണ്, വെറും അസൂയ. കാരണം കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് ഇവിടെ നാട്ടിലാകെ ഒരു പള്ളികൾക്കിൽ പോയി, പിന്നെ തൊട്ടടുത്ത സ്ഥലത്ത് പോയി, പിന്നെ മഹാന്മാരായ ആലിമീങ്ങളടുത്ത് പോയി, അവിടുന്ന് കിതാബ് ഓതി പഠിച്ച് ആ ആലിമീങ്ങളുടെ ആശീർവാദം വാങ്ങി വെല്ലൂർ വാക്കയാത്തിൽ പോയി ബിരുദമെടുത്ത് ഒരു മുതലിസായി തിരിച്ചു വന്നു. അപ്പോ അബൂബക്കർ മുസ്ലിയാരെ എല്ലാവരും അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് അപ്പുറത്തുള്ള മൂല്യന്മാരും. ഓരോങ്ങനെ നാട്ടിൽ പഠിച്ചു, പിന്നെ അപ്പുറത്ത് പോയി പഠിച്ചു, പിന്നെ വലിയ ആലിമീങ്ങളിൽ പഠിച്ചു. അങ്ങനെ പഠനം ഒന്ന് പൂർത്തിയായപ്പോ ഇതുപോലെ അന്ന് വെല്ലൂർ മറ്റുമൊക്കെ പോകാൻ അവിടെ പോയി അവരും ബിരുദം വാങ്ങി അവരും വന്നു. അവരും തെളിച്ചു തുടങ്ങി. പക്ഷേ കാന്തപുരം ചിന്തിച്ച് പ്രവർത്തിച്ചു. കാന്തപുരം സ്വന്തമായി ചിന്തിച്ചിട്ട് കിട്ടുന്ന അഭിപ്രായം തന്റെ സമകാലികരും അതുപോലെ തന്നെ ഗുരുനാഥന്മാരും അല്ലെങ്കിൽ ഗുരുനാഥന്മാരെ പോലെ ആദരിക്കേണ്ടവരുമായ പണ്ഡിതന്മാരോട് പങ്കുവച്ചു. അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ ആലോചന തിരക്കടില്ല, അഭിപ്രായം തിരക്കടില്ല എന്ന് ഈ പണ്ഡിതന്മാർ എല്ലാവരും തലകുലുക്കി സമ്മതിച്ചു. ആ സമയത്ത് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മഹാനായ കക്കിടിപ്പുറം ഉസ്താദ്, ബഹുമാനപ്പെട്ട ശംസുലുലമയുടെ സഹോദരനായ ഉമറുൽ ഖാദിരി, ബഹുമാനപ്പെട്ടവർ വടകര മുഹമ്മദ് അലി തങ്ങൾ, CM വലിയുള്ളാഹി, ഇങ്ങനെയുള്ള മഹാന്മാരുമായും ഈ ദീനീ കാര്യങ്ങൾ മഹാനായ കാന്തപുരം ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ മഹാന്മാരുടെ ആശീർവാദം കാന്തപുരത്തിന് കിട്ടുകയും ചെയ്തപ്പോൾ മഹാനായ കാന്തപുരം ഉസ്താദ് ഉദിച്ചുയരുന്ന ഒരു കമറായിട്ട് തന്നെ അന്ന് തന്നെ അനുഭവപ്പെട്ടു. ആ കമറിൽ 16 പോലെ പ്രശോഭിതമായി. എങ്ങനെയാണ് പ്രശോഭിതമായത്? കുറെ പണം വാരി എറിഞ്ഞിട്ടല്ല, ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ പടിവാതിൽക്കൽ ചെന്ന് അവരോട് സഹായം തേടി അവരുടെ പേരിൽ അറിയപ്പെട്ടതല്ല. പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ വിധിവിലക്കുകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ
കഠിനമായ പ്രയത്നം ചെയ്തപ്പോൾ ആ പ്രയത്നത്തിന് അള്ളാഹു കൊടുത്ത ഒരു മഹത്തായ അംഗീകാരമായിരുന്നു കീർത്തി ഉസ്താദിന്റെ ഈ ഉയർച്ച. ഈ ഉയർച്ച കണ്ടപ്പോൾ മറ്റുള്ളവർ അപ്പുറത്തുനിന്ന് നോക്കുക. 982 ഒരു 983 ഒരു 406 എന്ന ഒരു അംബാസഡർ കാർ, 406 എന്ന നമ്പറാണ്, ഒരു പഴയ അംബാസഡർ കാറ് കീർത്തി ഉസ്താദിന് വാങ്ങേണ്ടി വന്നു. എന്നെങ്കിലേ അന്നത്തെ ഈ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. അപ്പൊ അത് കാന്തപുരത്തുനിന്ന് മർക്കസിലേക്ക് വരുമ്പോ, കൊടുവള്ളി അങ്ങാടി കൂടെ വരുമ്പോ ഉസ്താദിനെ പോലെ എല്ലൂർ വാപ്പയാത്തിൽ നിന്ന് ബിരുദം വാങ്ങി വന്ന മൂല്യമാരിങ്ങനെ ദേശവൽകൃത റൂട്ടാകുന്ന കോഴിക്കോട് വയനാട് റൂട്ടിൽ ബസ് കാത്തു നിൽക്കുന്നു. KSRTC ആണെങ്കിലോ അന്ന് ഇവിടെയാണ് ആളെ നിൽക്കുന്നെങ്കിൽ ഒരു കുറച്ചപ്പുറത്തേ നോക്കും. അപ്പൊ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുമ്പോൾ തന്നെ കണ്ടക്ടർ എവിടുവല്ലടിച്ച് ആ ബസ് വിട്ടിരിക്കും. പിന്നെ നോക്കുമ്പോ ഒരു ബസ് വന്ന് കുറച്ച് ഇപ്പുറത്ത് നോക്കും. ഇങ്ങോട്ട് ഓടുമ്പോഴേക്ക് അവിടെ എത്തുമ്പോഴേക്ക് ആ ബസ്സും വിട്ടുപോകും. ഈ ഓടുന്നതിന്റെ ഇടയിലാണ് ഒരു സാധാരണ കാറിൽ കാന്തപുരം നേരെ കോഴിക്കോട്ടേക്ക് മർക്കസിലേക്ക് വരുന്നത്. അപ്പൊ ഈ മൂലയാർ ചിന്തിക്കണം, എന്നെപ്പോലെ ഒരു മൂലയാറിലൊക്കെ പോകണം, അങ്ങനെ കാറിൽ പോകണം. അന്ന് അവർ പറഞ്ഞത് വെള്ളക്കാരിൽ നടന്നിട്ടല്ല സുന്നത്ത് ജമാഅത്തുണ്ടാക്കല് അങ്ങനെ പറയാനുള്ളതിനാണ്. കാരണം അങ്ങനത്തെ ഒരു കാറാണത്. പക്ഷേ ഒരു അസൂയായിരുന്നു അത്. കാന്തപുരം ഉസ്താദ് ആ കാറിൽ അവരെ കണ്ടാൽ നിർത്തിയിട്ട് കൊള്ളാവുന്നിടത്തോളം ആളെ കാന്തപുരം ഉസ്താദ് കേട്ടും. പക്ഷേ കാന്തപുരം ഉസ്താദിന്റെ കാറ് കാണുമ്പോ അസൂയ കാരണത്തുകൾ തിരിഞ്ഞു നിൽക്കും. തിരിഞ്ഞു നിൽക്കുന്നവരെ കേൾക്കാൻ കഴിയില്ലല്ലോ, അല്ലാത്തൊരു ഉസ്താദ് കേട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ അസൂയയുടെ പര്യായമായി അവർ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അടുപ്പിൽ വെച്ച വിറക് പോലെ ആ കൗമ് വെണ്ണീറാകാൻ തുടങ്ങി. എങ്ങനെയാണല്ലോ അസൂയക്ക് കിട്ടുന്ന പരിണിത ഫലം അതാണ്. നല്ല വീടുള്ള വിറകാണെങ്കിലും അത് അടുപ്പിൽ വെച്ചാൽ നല്ലോണം കത്തും. കത്തിയിട്ട് പിന്നെ അത് വെണ്ണീറാകും. വെണ്ണീറായാൽ തെങ്ങിനോ കളിങ്ങിനോ പാടത്തോ പറമ്പിലോ കൊണ്ടുപോയിടും. അല്ലാതെ ആ വെണ്ണൂറാനും പൗഡർ പോലെ എടുത്ത് അത് പൂശാൻ നടക്കുകയില്ല. കാരണം ഈ അസൂയാണ്. ആ അസൂയ എങ്ങനെ കത്തിത്തീർന്നതാണ്. അങ്ങനെ അവരെ അസൂയ എങ്ങനെ കത്താൻ തുടങ്ങി. ഈ കത്തുന്നതിൽ നിന്ന് മൂശ പിടിപ്പിക്കപ്പെട്ട് കാന്തപുരം ഉസ്താദിന്റെ തിളക്കത്തോടുകൂടി ഉയർന്നു വരാനും തുടങ്ങി. ഇതാണ് യാഥാർത്ഥ്യം. ആ ഉയർന്നു വരാൻ തുടങ്ങിയ കാന്തപുരം ഉസ്താദ് തനിക്കിങ്ങനെ ഉയർത്തുണ്ടെന്ന് മനസ്സിലാക്കി ഇവരെ പോലെ തലക്കനം ബാധിച്ചവനായില്ല. വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും മകുടോദാഹരണമായി കാന്തപുരം ഉസ്താദ് ജീവിച്ചു. ചെറിയ മക്കളെ കാണുകയാണെങ്കിലും മുത്തഅല്ലിമീങ്ങളെ കാണുകയാണെങ്കിലും വന്യ വയോധികരെ കാണുകയാണെങ്കിലും വലിയ പണ്ഡിതന്മാരെ കാണുകയാണെങ്കിലും തന്റെ സമകാലീനരെ കാണുകയാണെങ്കിലും അവരോടൊക്കെ അതിൻ്റെതായ രൂപത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ പെരുമാറാൻ തുടങ്ങിയപ്പോൾ മുത്തഅല്ലിമീങ്ങളുടെയും ആലിമീങ്ങളുടെയും സാധാരണക്കാരുടെയും ആലിമീങ്ങളുടെയും എല്ലാവരുടെയും മനസ്സ് കാന്തപുരത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ കാന്തപുരം ഉസ്താദിന് സാധിച്ചു. മറ്റുള്ളവർക്കാണെങ്കിലോ അതിന് കഴിഞ്ഞതുമില്ല. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. 986-ലാണ് 987-ലാണ് അന്ന് നമ്മൾ സമസ്ത പുനഃസംഘടിപ്പിച്ചിട്ടില്ല. എന്നാലും നമ്മളെ മലപ്പുറം ഭാഗത്തുള്ള ചില മൗലവിമാർക്ക് ഭയങ്കര അസൂയ നമ്മളെ നേതാക്കളോടുണ്ട്, പ്രത്യേകിച്ച് കാന്തപുരം ഉസ്താദിനോട്. അപ്പോ എന്റെ നാട്ടിന്റെ അടുത്തുള്ള പൂക്കോട്ടുംപാലം ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ കരുളായി ഭാഗത്തേക്ക് നീങ്ങിയാൽ അവിടെ മാമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പണ്ടത്തെ കേളാരി ബോർഡിന്റെ ഒരു മദ്രസ ഉണ്ടായിരുന്നു. അവിടെ ചെറിയൊരു നിസ്കാരപ്പള്ളിയുമുണ്ട്. ഇന്ന് അൽഹംദുലില്ലാഹ് അവിടെ ജമാഅത്ത് പള്ളിയും നമ്മളെ മദ്രസയൊക്കെയാണുള്ളത്. ആ നിസ്കാരപ്പള്ളി ഒന്ന് പുനരുദ്ധാരണം നടത്തി അതൊന്ന് വലുതാക്കണമെന്ന നാട്ടുകാർ ആഗ്രഹിക്കുന്നു. ആ സമയത്താണ് ദുബൈയിലുണ്ടായിരുന്ന എന്റെ ഒരു പരിചയമുള്ള ഒരു അറബി അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചപ്പോൾ ആ ഉമ്മയുടെ പേരിൽ ഒരു പള്ളിയെടുക്കാൻ എന്നെ അധികാരപ്പെടുത്തി. അത് ഉസ്താദുമായി ബന്ധപ്പെട്ട് ആ അറബി ജനങ്ങൾ ഒന്നുകൂടി കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്നിട്ട് ഇവിടെ വന്ന് ആ മാമ്പറ്റ പ്രദേശത്ത് അതിന്റെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ വിളിച്ചു വരുത്തി. അന്ന് രാഷ്ട്രീയക്കാരുടെ ചെറുതുണ്ട്,
മാനു മുസ്ലിയാർ എന്ന് പറഞ്ഞതിന്റെ മറ്റടുത്ത നാട്ടുകാരനായ പരിവാരകുണ്ടുകാരൻ കെ.പി. ഉസ്താദിനോട് വലിയ വെറുപ്പോടുകൂടെ ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയ ആ മനുഷ്യനും പുറത്തു. അയാളുടെ തെറ്റിദ്ധാരണകൾക്ക് വശംവദനായി ശാന്തപുരം വിമത ലീഗുകാരനാണ്, ശാന്തപുരം ലീഗിനെതിരാണ്. കാരണം ഔദ്യോഗിക ലീഗിനെയാണ് ലീഗായിട്ട് അവർ കൂട്ടുന്നത്. ഇപ്പൊ കാന്തപുരം ലീഗിനെതിരാണ്, വിമത ലീഗുകാരനാണ്. എന്റെ വീട് റോഡിന്റെ ഏതാനും അടുത്തായതുകൊണ്ട് 3-4 ദിവസത്തോടെ ഈ സെറുണ്ടാവും. ഏതോ രാഷ്ട്രീയക്കാർ പ്രചരണമായിട്ട് പോവുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്കിത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു 2 വാക്ക് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു. കാന്തപുരം ഉസ്താദ് ലീഗിനെതിരാണ്. ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശിക്കുന്ന ഔദ്യോഗിക ലീഗ്. അന്ന് വിമത ലീഗുള്ള കാലമാണ്. വിമത ലീഗ് മറ്റേക്കും ലയിക്കാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ അതിനു മുമ്പൊക്കെ പ്രചരിപ്പിച്ച് കാന്തപുരത്തിനെതിരെ ഒരുപാട് കുപ്രചരണം നടത്തിയ കാലമായിരുന്നു അത് വിശ്വസിച്ച് അവർക്ക് സാധാരണക്കാരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ജനറൽ ബോഡി കൂടി അവരോട് ഞാൻ വിവരം പറഞ്ഞു, ഈ പള്ളി പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള ഒരു ഫണ്ട് ഞാൻ സ്വരൂപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കതിന്റെ കാര്യങ്ങളൊക്കെ നീങ്ങണം. അപ്പൊ തന്നെ ഒരു സാധാരണക്കാരനേക്ക് ആരാ തറക്കല്ലിടുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മളാദ്യം പള്ളി ഇത് പൊളിക്കണോ എടുക്കണോ തീരുമാനിക്കുക, എന്നിട്ടല്ലേ തറക്കല്ലും ബാക്കിയുള്ള കല്ലൊക്കെ തീരുമാനിക്കേ. അപ്പോ ഭൂരിപക്ഷം ആളുകളും 98% ആളുകളും പറഞ്ഞു നമുക്ക് കെ.പി. ഉസ്താദ് ഈ വഴിക്കൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഉസ്താദിനെ കൊണ്ട് നമുക്ക് തറക്കല്ലിടിക്കാണ്. അത് മറ്റൊരു പറഞ്ഞു നമുക്ക് മാനു മുസ്ലിയാരെ കൊണ്ട് തറക്കല്ലിടിക്കാണ്. അപ്പൊ ആ യോഗം നിയന്ത്രിക്കുന്നത് ഞാനാ. ഈ അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോ ഈ അഭിപ്രായം കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവരെയും ശാന്തരാക്കിയിട്ട് പറഞ്ഞു, മാനു മുസ്ലിയാർ അയാൾ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറിയാണ്. വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വഫാത്തായതിനു ശേഷം മാനു മുസ്ലിയാരായിരുന്നു വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി. അപ്പൊ സമസ്തയുടെ നേതാവാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജോയിന്റ് സെക്രട്ടറിയുമാണ്. നമുക്ക് ഇതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസം വേണ്ട. നമുക്ക് ഈ 2 നേതാക്കളെയും കൊണ്ടുവന്ന് അവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് തറക്കല്ലിട കർമ്മം നിർവഹിക്കാം. അപ്പോ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബുദ്ദീങ്ങളെ കൊണ്ടുപോകണം. ആവട്ടെ മഹാനായ ശിഹാബുദ്ദീങ്ങളെയും വിളിക്കാം, ഈ ആലിമീങ്ങളെയും വിളിക്കാം. എന്നിട്ട് ഓലത്തെ സംയുക്തമായിട്ട് എല്ലാവരും കൂടി ഈ കല്ലിന്റെ തലക്ക് അല്ലെങ്കിൽ കട്ടിയിൽ കോൺക്രീറ്റ് വഹിച്ചിട്ടാണെങ്കിൽ ആ കട്ടിയിൽ ഇവരെല്ലാവരും കൂടി പിടിച്ച് ആ കുഴിയിലേക്ക് ഇടുക, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഈ കല്ല് വെച്ച് ആ കുഴിയിൽ വെക്കുക. ഈ നിർദ്ദേശം ഇവർക്ക് സ്വീകാര്യമാകേണ്ടി വന്നു. അങ്ങനെ ഈ നേതാക്കളെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു കെ.പി. ഉസ്താദിനെ നമ്മൾ കണ്ട് വിവരങ്ങൾ പറഞ്ഞ് ക്ഷണിക്കാം. അപ്പൊ എല്ലാവരും പറഞ്ഞു എല്ലായിടത്തും പോകാൻ ഉസ്താദ് വേണമെന്നു. എന്നാൽ ആയിക്കോട്ടെ. അന്നെന്റെ അടുത്ത് ജീപ്പാണ് ഉണ്ടായിരുന്നത്. ഈ നാമ്പറ്റയിൽ നിന്നും ഞാൻ താമസിക്കുന്നിടത്തേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്താണ് കല്ലാമൂല. ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവറൊക്കെ ജീപ്പ് ഞാൻ ഇങ്ങോട്ട് കൊടുത്തേക്കാം. അവിടെ 4 ആളുകളെ അഥവാ 5 ആളുകളെ 2 ആളുകൾ ഈ മാനു മുസ്ലിയാരൊക്കെ തറക്കല്ലെന്ന് വാദിക്കുന്നവര്, ബാക്കിയുള്ളവരൊക്കെ കെ.പി. ഉസ്താദ് മാത്രം മതിയെന്നും വാദിക്കുന്നവരാണ്. ഇനി പ്രശ്നം വേണ്ട എന്നുള്ള നിലക്ക് എല്ലാവരും കൂടിയിട്ടാണ്. അപ്പൊ 2ൽ നിന്നും കൂടി 5 ആളുകൾ അവർ വരാൻ ഞാൻ രാവിലെ ജീപ്പ് കൊടുത്തേക്കാം, നിങ്ങൾ കയറി വന്നാൽ മതി, കല്ലാമൂലയിൽ നിന്ന് ഞാനും കയറി വരാം. അങ്ങനെ അവർ ഈ പറഞ്ഞ സമയത്ത് വന്നു. എന്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ചെറിയൊരു ചായയൊക്കെ കുടിച്ച് അവിടുന്ന് ആദ്യം കരുവാരകുണ്ടാകുന്ന അടുത്ത് ആദ്യം അങ്ങോട്ട് പോവുക. ഞാൻ പറഞ്ഞു ഇവിടെ പോയിട്ട് നമുക്ക് മാനു മുസ്ലിയാരെ കണ്ട് മുപ്പരെ തീരെ കുറച്ചിട്ട് നമുക്ക് മർക്കസിൽ പോയി കെ.പി. ഉസ്താദിനെ കാണാം. കെ.പി. ഉസ്താദിനെ ഞാൻ തലേ ദിവസം ടെലിഫോൺ ചെയ്ത് ഞങ്ങൾ വരുന്ന വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാനു മുസ്ലിയാരുടെ കണ്ണത്തുള്ള വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോ മാനു മുസ്ലിയാർ ഞങ്ങളെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ഈ വിവരം പറഞ്ഞു, ഞങ്ങളിങ്ങനെ പള്ളിക്ക് തറക്കല്ലിടുന്നുണ്ട്, അതിന് നിങ്ങൾ വരണം. ആരൊക്കെയാണുള്ളത് എന്ന് വെച്ചാൽ അപ്പൊ അവര് പറഞ്ഞു അവരല്ലേ അത് ഒന്ന് ഉസ്താദ് വരണം, പിന്നെ പാണക്കാട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട തങ്ങളെയും ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ കെ.പി. അബൂബക്കർ മുസ്ലിയാരുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും മാനു മുസ്ലിയാരുടെ രൂപം മാറി. എന്തിനാണ് അയാളെ വിളിച്ചത്, എന്തിനാണ് അയാൾ വിളിക്കുന്നത് എന്നായി. അപ്പോ ഞങ്ങളിങ്ങനെ ജനറൽ ബോഡി തീരുമാനിച്ചതാണ്, എല്ലാവരും ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നം വേണ്ട, എന്ത് പ്രശ്നം വേണ്ട, അയാളുടെ അടുത്തേക്ക് ഞാൻ വരില്ല, നിങ്ങൾ ഇത് എഴുതാതിരിക്കുക, എന്തോ ചെയ്തോളില്ല. അപ്പോ മാനു മുസ്ലിയാർ വേണമെന്ന അഭിപ്രായമുള്ളവർ തന്നെ മാനു മുസ്ലിയാരുടെ മുന്നിൽ വെച്ച് പറയേണ്ടി വന്നു, നിങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങൾ
വന്നില്ലെങ്കിലും ഞങ്ങളെ പരിപാടി ഞങ്ങൾ നടത്തുമെന്ന് ഒരു സാധാരണക്കാരൻ പറഞ്ഞപ്പോ അത് പിന്നെ പറഞ്ഞ് സമവായത്തിലെത്തിച്ചോ ഞാനൊന്നും നിങ്ങളെന്താ ആലുമികളുമെന്ന് ഇങ്ങനെ പറയുന്നത്, അങ്ങനെ അപകടമായി പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താണ് ഉസ്താദ് ഇയാൾ പറയുന്നത്? നമ്മളൊരു നല്ല തീരുമാനത്തിലെത്തി വന്നിട്ട് അവരുണ്ടെങ്കിൽ എന്താ അവർ വന്ന് ആകാശം പൊളിഞ്ഞോ? അപ്പോഴേക്കും അവിടുന്ന് കട്ടഞ്ചായ കൊടുന്ന് വെച്ചിരുന്നു. ഈ പ്രവർത്തകർ കാര്യം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാനുമുസ്ലിയാരോട് മര്യാദകൾ കാണിച്ചിട്ടാണ് മാനുമുസ്ലിയാർ ആളുകൾ അവിടെ ഇറങ്ങുന്നത്. പക്ഷേ അവർ വിവരമില്ലാത്തവരാണെന്നും വിചാരിക്കരുത് എന്നൊക്കെ മാനുമുസ്ലിയാരോട് ഞാൻ പറഞ്ഞ് ഒന്നിങ്ങനെ സമാധാനിപ്പിച്ച് ഞങ്ങളവിടെ ഇറങ്ങി. നേരെ ഞങ്ങള് മഹാനായ ശിഹാബുലങ്ങളെ അടുത്ത് പടപ്പറക്കത്തിന് പുറപ്പെട്ടു. ചെന്ന് നോക്കുമ്പോൾ തങ്ങള് എറണാകുളം ഒരു ഭാഗത്ത് പരിപാടിക്ക് പോയിട്ട് വൈകുന്നേരം എത്തുള്ളൂ. എന്നാ ഇൻഷാല്ലാ നമ്മൾ കോഴിക്കോട്ടേക്ക് മർക്കസിലേക്ക് പോകാം. ഏകദേശം ഒരു 10:30 മണിയായപ്പോഴേക്ക് ഞങ്ങൾ കോഴിക്കോട് മർക്കസിലെത്തി. ഉസ്താദ് അവർക്ക് രാവിലത്തെ ചായ കുടിച്ച് മർക്കസിന്റെ കോംപ്ലക്സിന്റെ പണിയർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിന്റെ ആവശ്യത്തിന് പുറപ്പെടാനിരിക്കുമ്പോഴാണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. ഞങ്ങളൊരു അല്പം താമസിച്ചു. ഞങ്ങളിങ്ങനെ പാണക്കാട്ട് കൊടുക്കുന്ന ചിറ്റി വന്നതാണ്. അന്നായിരിക്കും വേഗം പറയുന്നു. അപ്പൊ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പള്ളി എന്റെ ഒരു കർക്കല്ലിൽ കർമ്മുണ്ട്. അപ്പൊ ഉസ്താദ് അടുത്തേക്ക് പറഞ്ഞു, അതിനിപ്പോ ഈ ദൂരത്തുനിന്ന് ഞാനൊക്കെ വരണോ? മാനുമുസ്ലിയാരും മറ്റുള്ളവരൊക്കെ അടുത്തില്ലേ, അവർ കൂടി ചെയ്താൽ പോരെ എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിൽ തന്നെ മാനുമുസ്ലിയാർ അംഗീകരിക്കുന്ന അവിടുന്ന് ജയിക്കപ്പെട്ടു വന്ന ഈ പ്രവർത്തകരുടെ മനസ്സ് മഞ്ഞ് കട്ട ഉരുകുന്നത് പോലെ ഉരുകി ഉസ്താദിന്റെ മുഖത്തേക്ക് അവരിങ്ങനെ സന്തോഷത്തോടെ നോക്കുകയാണ്. ഉസ്താദ് പറയുന്നത്, ഈ ദൂരത്തുനിന്ന് ഞാൻ വരണോ? അതിന് അത് അടുത്തല്ലേ കരുവാരകുണ്ട്, ആ കരുവാരകുണ്ടിലുള്ള ഉസ്താദിനെ വിളിച്ചാൽ പോരെ എന്നാണ് ഈ പ്രവർത്തകരാ പറയുന്നത്. ഉസ്താദെ നിങ്ങൾ തന്നെ വരണം, ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ തന്നെ വരണം നിർബന്ധിക്കുന്നു. ഞാനിത് പറയുന്നത് ഉസ്താദിന്റെ മനസ്സിൽ നിങ്ങളത് മനസ്സിലാക്കാനാണ്. എന്നാൽ നമ്മളൊരു സൗകര്യമുള്ള ദിവസം നോക്കുക. അങ്ങനെ ആ ദിവസം നോക്കി ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் അവിടെ വന്നു. തന്റെ പുറത്താക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് അവിടെ അതിന്റെ കല്ലുകൾ കർമ്മം നിർവഹിച്ചു. വളരെ താമസിയാതെ വളരെ വേഗത്തിൽ തന്നെ ആ പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ചേളാരി വിദ്യാഭ്യാസ ബോർഡിൽ അവരെന്ന ആ മദ്രസ അവിടെ നിന്ന് അങ്ങോട്ട് ആ സിലബസ് മാറ്റി സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ആ മദ്രസ ഫുള്ളായിട്ടും ചേർന്നു. ആ മഹല്ല് ഫുള്ളായി നമ്മുടെ മഹല്ലായി മാറി. എന്തേ കാരണം? കാന്തപുരം ഉസ്താദിന്റെ ഏറ്റവും വിനയത്തോടുകൂടെയുള്ള ഈ പെരുമാറ്റം സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ ഹഠാത് ആകർഷിച്ചു. വല്ലാത്ത ആകർഷിക്കും. തിരിച്ചു പോലും ഈ രണ്ട് പ്രവർത്തകരും പറയുന്നത്, ഇതായിരുന്നോ എ.പി. ഉസ്താദ്? ഈ എ.പി. ഉസ്താദിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചില്ല, ഞങ്ങൾ മനസ്സിലാക്കിയില്ല. ഞങ്ങൾ ആ കുശുമ്പും അസൂയയുമുള്ള ആ മുസ്ലിയാരുടെ വാക്ക് കേട്ട് ഞങ്ങൾ ഇതുവരെ നാശമായി എന്ന് പറഞ്ഞ് അവരോട് അനുഭാവമുള്ള ഏതാനും കുറഞ്ഞ ആളുകൾ ആ മഹല്ലിലുണ്ടായിരുന്നു. അവരെ കൂടി കലയിൽ പറഞ്ഞ് ശരിയാക്കി എന്നതാണ് ഇതുകൊണ്ട് കിട്ടിയ നേട്ടം. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു ഭാഗത്തുള്ള ആലിമീങ്ങൾ വെറും അസൂയന്റെ ആളുകൾ. അതുകൊണ്ടാണല്ലോ മഹാനായ ശംസുൽ ഉലമ നിർദ്ദേശിച്ച ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ ശോഭനേറിൽ അദ്ദേഹം എന്താ എഴുതിയത്? എന്റെ കൂടെയുള്ള ആലിമീങ്ങളൊക്കെ അസൂയക്കാരാണ്, കള്ളത്തരം പറയുന്നവരാണ്, ജാഹിലീങ്ങളാണ്. ഇത് ടി.സി. എന്റെ അഭിപ്രായത്തിൽ സ്വന്തം പറയുന്നതല്ല. നൂറുൽ ഉലമ പ്രസിദ്ധീകരിക്കുന്ന പട്ടിക്കാട് കോളേജിന്റെ ശോഭനേറിൽ അതിന്റെ പ്രിൻസിപ്പാളും അന്നത്തെ അവരുടെ സംസ്ഥയുടെ പ്രസിഡന്റുമായ ഈയിടെ അന്തരിച്ചുപോയ ബഹുമാനപ്പെട്ട മർഹൂം അസ്ഹരി തങ്ങൾ പച്ചയായി എഴുതി വെച്ച യാഥാർത്ഥ്യമാണ്. അവർ ഹാസിദീങ്ങളാണ്. ആ അസദിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയത്. അങ്ങനെയുള്ള ആലമീങ്ങൾ മറുഭാഗത്ത് അവർ ഈ അസൂയ കൊണ്ട് പൊറുതിമുട്ടി. ഒരു ചേകനൂർ കേസുണ്ടായി. അതിനിടയ്ക്ക് 98-ലാണ് അത് അയാളെ കാണാതായത്. ചേകനൂരിനെ കാണാതായതാണ്, ആരും കൊന്നിട്ടില്ല. അയാൾ ഇപ്പോഴും ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകും എന്ന് തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കുന്നത്. നമ്മളും അങ്ങനെയാണ്. ചേകനൂരിനെ കൊന്നതായിട്ട് ഒരു തെളിവും ഒരു ഡിപ്പാർട്ട്മെന്റും ഇന്നുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ സമുദായ ദ്രോഹികൾ അതുപോലും ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ തലയിൽ വലിച്ചിട്ട് എ.പി. ഉസ്താദിനെ അതിലൊരു പ്രതിയാക്കി എന്നിട്ട് CBIയുടെ കൂടാരത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് ഒരു 10-15 കൊല്ലം കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു ജയിലിൽ
പാവപ്പെട്ട മതിന് കിടക്കുന്നത് പോലെ ആകാശം കാണാതെ കിടക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് എത്തിക്കാൻ ഈ അസൂയ മൂത്ത് മുരടിച്ച ഈ പണ്ഡിതന്മാരും അതിന് ഒത്താശ ചെയ്തു എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. ഞാനിത് വെറുതെ പറയുന്നതല്ല. മഹാനായ കാന്തപുരം ഉസ്താദിനോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ CBI എറണാകുളത്ത് അവരുടെ ഓഫീസിൽ ചെല്ലാൻ ആവശ്യപ്പെട്ടിരുന്നു. കാന്തപുരം ഉസ്താദ് ചെല്ലാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. കാന്തപുരം ഉസ്താദ് പോവുകയും ചെയ്തിട്ടുണ്ട്. വിജയ ശ്രീലാളിതനായി തിരിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട്. കാന്തപുരം ഉസ്താദിനെ ആ ഉദ്യോഗസ്ഥന്മാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഉസ്താദിനെ വിളിപ്പിച്ച ആഴ്ചയിലായിരുന്നു ആ പ്രാവശ്യത്തെ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനം. ജാമിഅ നൂരിയയുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം നടക്കുമ്പോൾ കുറച്ച് ആളുകൾ കൂടും. സമ്മേളനഗരിയാകുന്ന ആ കമ്പൗണ്ടിലാണ് അവർ സമ്മേളനഗരി ഉണ്ടാകുക. അതിന് പുറത്തേക്ക് ഇറങ്ങുന്നിടത്ത് തന്നെ വത്തക്കവെള്ളം വിൽക്കുന്ന, അലുവ വിൽക്കുന്ന, പൊരി വിൽക്കുന്ന, കടല വറുത്ത് വിൽക്കുന്ന കുറെ കച്ചവടക്കാർ. ഞങ്ങളുടെ നാട്ടിനടുത്ത് നിലമ്പൂരം പാട്ട് കൊണ്ടൊരു പാട്ടുണ്ട്. നിലമ്പൂരം പാട്ട് പറഞ്ഞാൽ വലിയ പാട്ടൊന്നുമല്ല, കുറെ ആൾക്കാർ വരിക, കുറെ കച്ചവടം നടക്കുക, എന്തൊക്കെ ആൾക്കാർ പോവുക. പേരെ നിലമ്പൂരം പാട്ടില്ല. അവിടെ ഉള്ളതുപോലെ കുറെ അലുവ കച്ചവടം, കുറെ പൊരിക്കച്ചവടം, കടലക്കച്ചവടം, മറ്റുള്ള എന്തുറിഞ്ഞാലും മറ്റേ ഊഞ്ഞാല്. അതുപോലെ എന്തുറിഞ്ഞാലൊന്നുമില്ലെങ്കിലും കുറെ കച്ചവടക്കാരുടെ ഒരു മേള, ഒരു ബഹളം. അതിൽ കവിഞ്ഞ് അവർ സമ്മേളനത്തിന്റെ പ്രാധാന്യവും പ്രത്യേകമായ എന്തെങ്കിലും പ്രമേയങ്ങളോ ജനങ്ങൾ വിളിച്ചു വരുത്തി എന്തെങ്കിലും ഉത്ബോധിപ്പിക്കലോ ഒന്നും അവർ സമ്മേളനത്തിന്റെ ലക്ഷ്യമല്ല. അങ്ങനെ ആൾക്കൂട്ടത്തെ കൂട്ടി ആ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ ഈ മാനുഷികർ പ്രസംഗിക്കുക, ജനങ്ങളോട് തക്കവ കൊണ്ട് വസീയത്ത് ചെയ്യുന്നതിന് പകരം, ദീനിന്റെ എഴുമോടിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം, ദീനീ സ്ഥാപനങ്ങൾ സഹായിക്കണമെന്ന് പറയുന്നതിന് പകരം, കോട്ടയ തട്ടിക്കാട് ജാമിഅ വരെയെങ്കിലും നിങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് പറയുന്നതിന് പകരം ഇദ്ദേഹം ഈ അസൂയ മൂത്തി ഛർദ്ദിക്കുന്നത് കാന്തപുരം ഉസ്താദിനെതിരെയുള്ള വിഷലിപ്തമായ കുറെ വാക്കുകളാണ്. അദ്ദേഹം അങ്ങനെ തൂത്തടിക്കുന്നു, അറബികളുടെ പലിശന്റെ പൈസ കൊണ്ടുവരുന്നു. അയാൾ പറയാണ്, ഞാൻ അറബിനെ സമീപിച്ചപ്പോ ആ അറബി പറയുന്ന എന്റെ ഒക്കെ പലിശന്റെ പൈസയാണുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ കാന്തപുരം ചെന്നു. പലിശന്റെ പൈസ കോട്ടെ തന്നലി എന്ന് പറഞ്ഞ് കാന്തപുരം, ഇതൊക്കെ ഈ പട്ടിക്കാട് കോളേജിന്റെ സമ്മേളനത്തിലാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്ന പൈസയാണ്. എന്നിട്ട് കാന്തപുരം തൂത്തടിക്കുകയാണ് എന്നാ ഇയാൾ പ്രചരിപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ ഇയാൾ പറയുന്നു, പ്രിയമുള്ള സഹോദരന്മാരെ, 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫുലാൻ ഉസ്താദിനെ കുറിച്ച് അസൂയ മൂത്ത് മുരടിച്ചത് കൊണ്ട് മാനുഷികയുടെ വാക്ക് അങ്ങനെയായിരുന്നു ഫുലാനെന്ന്. ഞാൻ അയാളുടെ വാക്ക് കടമെടുത്തിട്ടാ പറയുന്നത്. ഉസ്താദിനെ നിന്ദിക്കുകയാണെന്നോ സ്ഥാനം കുറയ്ക്കുകയാണെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കരുത്. അദ്ദേഹത്തിന്റെ വാക്കാണ്. 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫുലാൻ ഒരു ട്രൗസറുമിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കാന്തപുരം ഉസ്താദിനെ പിടിച്ച് ഇവർ ജയിലിലാക്കും. എന്നിട്ട് ജയിലിലാണ് ഉണ്ടാവുക. കാന്തപുരം ഉസ്താദ് ജയിലിന്റെ ഡ്രസ് ധരിച്ച്, ജയിലിലെങ്ങനെയാണ് ഒരാഫ്രസ് മൂല്യാരായാലും ശരി, തങ്ങളായാലും ശരി, അവരാരായിരുന്നാലും ചില രാഷ്ട്രീയ തടവുകാർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ചില പരിഗണനയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്ന് കേൾക്കുന്ന ജയിലിന്റെ ഉള്ളിൽ നമ്മൾ പോകാത്തതുകൊണ്ട് നമുക്ക് ആ വിവരം അറിയില്ല, കേൾക്കുന്നുണ്ടല്ലേ. പക്ഷേ ഇതൊരു കൊലപ്പുള്ളിയായിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. ശേഖനൂരെന്ന് പറഞ്ഞവനെ കൊന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ കൊലപ്പുള്ളിന്റെ സ്ഥാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ജയിലിലുള്ള സാധാരണക്കാരുടെ വസ്ത്രവും അവരുടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഈ പട്ടിക്കാട് കോളേജിൽ ആളുകളെ വിളിച്ചു വരുത്തി ഇദ്ദേഹം പറയുന്നത് 4 ദിവസം കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉസ്താദവറുകളെ ഏതെങ്കിലും സെൻട്രൽ ജയിലിന്റെ ഉള്ളിൽ അഴിപിടിച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവരുടെ അസൂയന്റെ കടുപ്പം നോക്കും നിങ്ങൾ. നമുക്ക് ജനങ്ങളോട് പറയാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഒരു ആലിമിനെ തരം താഴ്ത്താനും അതുവഴി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടാനും ഈ അസൂയമൂത്ത ഈ കമ്പനി രംഗത്ത് വന്നുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവരിന്നിങ്ങനെ തലപോയ തെങ്ങിനെ പോലെ, നല്ല കായുള്ള തെങ്ങായിരുന്നു, ഓരോ പ്രാവശ്യം കയറിയാലും 2ഉം 4ഉം കൊലകൾ പറിക്കാൻ 100 കണക്കിന് തേങ്ങ വായിക്കുന്ന തെങ്ങായിരുന്നു.
പക്ഷേ വഹാബിയത്താകുന്ന ഇവരുടെ ഈ മുഅ്തസിലിനോടുള്ള ഈ ബന്ധം സ്ഥാപിച്ചതിന്റെ പേരിൽ ഈ തെങ്ങിന് കീടനാശിനികൾ വെച്ചതുപോലെയായി അതിന്റെ തല ഉണങ്ങാൻ തുടങ്ങി, വാടാൻ തുടങ്ങി, തേങ്ങ കായ്ക്കാൻ നിർത്താൻ തുടങ്ങി. അപ്പോൾ കർഷകരാകുന്ന സുന്നികൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ തുടങ്ങി. അങ്ങനെ പട്ടകളൊക്കെ ഉണങ്ങി, അതൊക്കെ ചാടാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് ദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ദ്രവിച്ച് സുന്നി പടയുടെ കാറ്റടിക്കുമ്പോൾ ഈ ഉറച്ചു നിൽക്കുന്ന നല്ല ഉറപ്പുള്ള വൃക്ഷമാണല്ലോ തെങ്ങ്. പക്ഷേ ആദർശ നിഷ്ഠ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വഹാബികളും മൗദൂദികളും ഒക്കെ കടന്നുകൂടി അവരിങ്ങനെ ഇത് കാർന്നു ദ്രവിച്ചതിന്റെ പേരിൽ ഒരു കാറ്റടിക്കുമ്പോൾ വീണുപോകാനുള്ള പരുവത്തിലേക്ക് ഈ തെങ്ങ് പോലെ ഇവർക്കുണ്ടെന്ന് പറയുന്ന സമസ്ത എത്തിയിരിക്കുന്നു. അത് കാരണം അസൂയയാണ്. ആ അസൂയയിൽ മാത്രം അവര് പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്ന് പ്രിയമുള്ള സഹോദരന്മാരെ നാം മനസ്സിലാക്കണം. ഇൻഷാ അള്ളാഹ് ഇന്ന് ഏകദേശം ഒരു അരമണിക്കൂറായി ഒരു ക്ലിപ്പേ ഉള്ളൂ. മുസ്ലിം ജമാഅത്തിന്റെ അത്യാവശ്യ ചില കാര്യങ്ങളുണ്ട്, വ്യക്തിപരമായ ഒന്നിന്റെ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ അരമണിക്കൂർ കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇൻഷാ അള്ളാഹ് ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതിപാദിക്കാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുമ്പോൾ കുറച്ച് കുറയും എന്നേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഭാഗികമായി കാര്യങ്ങളൊക്കെ പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഹക്കായ കാര്യം പറയുന്നത് ഈ ചേളാരി കമ്പനിയിലേക്ക് വിട്ടുകൊടുത്ത് ഇതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ എന്നവരോട് ചോദിച്ച് സത്യസന്ധമായി പറയാനുണ്ടെങ്കിൽ അവർ വരട്ടെ. നമുക്ക് വേണമെങ്കിൽ മുഖാമുഖം വരെ സംസാരിക്കുന്നതിനും വിരോധമില്ലെന്ന് അവർ അറിയിക്കണം എന്നറിയിച്ചുകൊണ്ട് ദുആ വസിയ്യത്തോടെ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.